അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. പറശ്ശിനി മടപ്പുര കുടുംബാംഗങ്ങൾ കുന്നത്തൂർ മലയിലെത്തി ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കുചേർന്നു. പറശ്ശിനി മടപ്പുരയിലെ പങ്കജാക്ഷന്റെ നേതൃത്വത്തിൽ സ്ത്രീകളടക്കം 50ഓളം പേരാണ് കുന്നത്തൂർ പാടിയിലെത്തിയത്. വർഷങ്ങളായി പറശ്ശിനിക്കടവിൽ നിന്നും മടപ്പുര കുടുംബാംഗങ്ങൾ കുന്നത്തൂർ പാടിയിലെത്തുന്നത് പരമ്പരാഗത ആചാരങ്ങളുടെ ഭാഗമാണ്. മുടക്കം തെറ്റാതെ 3 തവണയായി അംഗങ്ങൾ പാടിയിലെത്തും. വെള്ളാട്ടത്തിനും തിരുവപ്പനയ്ക്കും സമർപ്പിക്കുന്നതോടൊപ്പം അഞ്ഞൂറ്റാനും പെരുവണ്ണാനും കോമരത്തിനും മറ്റുമുള്ള പട്ടും മറ്റു വസ്ത്രങ്ങളും നൽകി. പയങ്കുറ്റി കഴിപ്പിച്ചത് എല്ലാവർക്കും നൽകുകയും ചെയ്തു. ആചാരാനുഷ്ഠാനത്തിന്റെ കലശത്തറയിൽ വെച്ച് ഭഗവതി കോമരത്തിന് പട്ടും ദക്ഷിണയും നൽകി മുടക്കമില്ലാതെ മറ്റു ചടങ്ങുകളിലും പങ്കാളികളാവുന്നു. വാണവരായ എസ് കെ കുഞ്ഞിരാമൻ നായനാർ എല്ലാവരെയും സ്വീകരിച്ച് ഇരുത്തുന്ന പതിവുമുണ്ട്. കുന്നത്തൂർപ്പാടി ദേവസ്ഥാനവും പറശ്ശിനി മടപ്പുര ക്ഷേത്രവും തമ്മിൽ തുടരുന്ന സഹകരണത്തിന്റെ അടയാളങ്ങളാണ് പറശ്ശിനി മടപ്പുരക്കാരുടെ പാടി സന്ദർശനവും സ്വീകരണവും. കുന്നത്തൂർ മലയിൽ കൊടും തണുപ്പിലും തിരുവപ്പന ദർശനത്തിന് പാടിയിൽ തിരക്കേറുകയാണ്. തണുപ്പേറിയ കാലാവസ്ഥയിൽ ഉണക്കിലകൾക്ക് തീയിട്ട് മുത്തപ്പ ദർശനത്തിനായി കാത്തിരിക്കുന്നവർ ഒട്ടേറെയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 5000 അടിയിലേറെ ഉയരമുള്ള മലയാണിത്. രാത്രി 8 മണിയോടെ മല കയറി മുത്തപ്പ ദർശനത്തിനെത്തുന്ന ഭക്തർ മരച്ചുവടുകളിൽ സ്ഥാനം പിടിക്കുന്നു. രാത്രി വൈകി ഇറങ്ങുന്ന തിരുവപ്പനയെ ദർശിക്കാൻ കാത്തിരിക്കുന്നവരുടെ തിരക്കാണ് ഇപ്പോൾ മലനിറയെ. ഓടച്ചൂട്ടുകളുടെ വെളിച്ചത്തിലാണ് കുന്നത്തൂർ മലയിൽ തിരുവപ്പന ഇറങ്ങുന്നത്. കടും ചുവപ്പ് വെളിച്ചത്തിൽ തിരുവപ്പന ദർശിക്കാൻ ഭക്തർ തിങ്ങിക്കൂടുന്ന സ്ഥലമാണ് കുന്നത്തൂർ പാടി. തിരുവപ്പനയും പുലർച്ചെ വെള്ളാട്ടവും കണ്ടാണ് ഭക്തർ മലയിറങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.